ഓൾ, ദിസ് ഇസ് കോക്ക്. മഹേഷ് ബാബുവിന് സ്പൈഡർ, ദളപതി വിജയ്ക്ക് സർക്കാർ, സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ദർബാർ എന്നീ പണ്ണലുകൾക്ക് ശേഷം സാക്ഷാൽ എയർ മുരുകദോസ് അങ്ങ് വീണ്ടും ബോളിവുഡിൽ പോയി. ഭായ്ജാന് പണി വെച്ചിരിക്കുന്ന ഐറ്റമാണ് സിക്കന്ദർ. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രീതമാണ്. കുറേ സോങ്സ് ഉണ്ട്, സെൻറ്റി സോങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഭായ്ജാൻ എല്ലാ സിനിമയിലും അവസാനം ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കുള്ളൂ, അങ്ങനെയുള്ള ഒരു സോങ് ഉണ്ട്. ലവ് സോങ് ഉണ്ട്, അങ്ങനെ കുറേ സോങ്സൊക്കെ ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സനയാണ്, സന്തോഷ് നാരായണൻ. മുരുകദോസ് എന്താണോ പണി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള സ്കോർ ദീപക് ദേവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതാണല്ലോ. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, അതൊരു ഇല്യൂഷനാണ്. അത് റിയാലിറ്റിയായി മാറുന്ന എപ്പോഴാണ്? സിനിമയിൽ കാണുമ്പോൾ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഒരു സാധനം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആര്? സന. കൂടാതെ ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള വിവേക് ഹർഷനാണ്. സിനിമ ആരംഭിക്കുന്നത് ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയറാണ്, ബിസിനസ് ക്ലാസ് ആണ്. അവിടെ ഒരു സ്ത്രീ ഒരു മധ്യവയസ്ക ഇരിക്കുകയാണ്, കൂടെ ഒരു കുട്ടിയുണ്ട്. അവിടേക്ക് ഒരു വ്യാളിച്ചക്കൻ കയറി വരികയാണ്. പ്രത്യേക് ബാബർ എന്ന് പറഞ്ഞ നടനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു കറക്റ്റ് ശരിയായ വ്യാളി, ഒരു ചൊറിയനൊരുത്തൻ ഫ്ലൈറ്റിലേക്ക് കയറി വരുന്നു, ഈ സ്ത്രീയെ ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാവതരിക്കുന്നു ഭായ്ജാൻ. ഭായ്ജാൻ്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഒരു നീല ഒരു സാധനം ഉണ്ടല്ലോ കയ്യിൽ കെട്ടണേ, നീല ലോക്കറ്റൊക്കെ ഉണ്ടേ, അതൊക്കെ വെച്ചിട്ട് ഭായ്ജാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ സ്ലോ മോഷനിൽ ഭായ്ജാൻ ഫ്ലൈറ്റിൽ. അപ്പം ഈ എയർ ഹോസ്റ്റസ് വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാൻ. കാരണം എന്താ, ബിസിനസ് ക്ലാസ്സിലെ മുകളിൽ അടി തുടങ്ങി. ഭായ്ജാൻ അടി തുടങ്ങിയാൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ, അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഭായ്ജാൻ. അങ്ങനെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടു. അടി കഴിഞ്ഞു, എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഊരാൻ പറയുന്നു. അങ്ങനെയാണ് പടത്തിൻ്റെ തുടക്കം എന്ന് തന്നെ പറയുന്നത്. റൊമാൻസിഫിക്കേഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈ ഭായ്ജാൻ ശരിക്കും ആരാണെന്നറിയാം? രായാവാണ്. ഒരേ രായാവ്. എവിടുത്തെ രായാവ്? മറ്റേ നെടുമ്പള്ളിയിലെ രായാവല്ല, രാജ്കോട്ടിലെ കൊട്ടാരത്തിൽ വസിക്കുന്ന രാജാവാണ്. സായിശ്രീ എന്ന് പറയുന്ന ഭാര്യ. അത് ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, രാഷ്മിക മന്ദാനയാണ് ചെയ്തിരിക്കുന്നത്. രാഷ്മികത്തിൽ ബോൾഡാണ്, ക്യൂട്ടാണ്, പിന്നെ ഭയങ്കര കെയറിങ് ആണ് ഭർത്താവിനെ, പ്രൊട്ടക്റ്റീവാണ് ഭർത്താവിനെ. കാരണം ഇദ്ദേഹം രാജാവാണല്ലോ, അപ്പോൾ രാജ്ഞി അത്രയും സ്ട്രോങ് ആയിരിക്കണം. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രജനി സിനിമകളിലെ പോലെ ഇങ്ങനെ രാജാവിനെ ആരെങ്കിലും പോലീസൊക്കെ അന്നേരം കിഷോർ മൈന കിഷോർ ഇപ്പോൾ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ. പിന്നെ മുരുകദോസ് ആയതുകൊണ്ട് കുറേ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കിഷോർ ഇങ്ങനെ പിടിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ കൊട്ടാരം വളഞ്ഞേക്കുക, രാജ്കോട്ടിലെ പ്രജകൾ, രായാവ പ്രജാപതി. അപ്പോൾ ഇതിങ്ങനെ രായാവിനിങ്ങനെ കാണിക്കുന്നതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാവും. പിന്നെ രായാവിന് കോറിയുണ്ട്. രായാവിൻ്റെ പ്രധാന ബിസിനസ് പറയുന്നത് കരിങ്കല്ല് പൊട്ടിക്കലാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു രായാവിന് പോലീസൊന്നും ഒരു പ്രശ്നമില്ല. രായാവിന് അവിടുത്തെ ശരിയായ രായാവ് അവിടെ ഈ രാജ്ഞിയുമായിട്ട് സുഖിച്ച് ജീവിക്കുന്നു. അങ്ങനെയാണ്. പിന്നെ രായാവ് പാവങ്ങളുടെ കല്യാണത്തിന് പോകും. കല്യാണത്തിന് പോകുന്ന സമയത്ത് രായാവ് ഗ്രൂപ്പ് ഡാൻസ് കളിക്കും ഭാര്യയായിട്ട്. പിന്നെ അതിനിടയ്ക്ക് രാജ്ഞി സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഈ പന്തിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മോരൊക്കെ വിളമ്പി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ രാജാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കളും കാണും, ആക്രമിക്കാൻ വരും. അപ്പം ഭാര്യ അത് ചോർത്തിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സിനിമ. ഹിന്ദി സിനിമയാണ്, ഭായ്ജാൻ്റെ പടമാണ്, രാഷ്മിക മന്ദാനയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ലവ് മേക്കിംഗ് സീനൊക്കെ വേണം. പിന്നെ ഇവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയാണ് രാജാവ് രാജ്ഞി തമ്മിൽ. ബട്ട് സ്റ്റിൽ ദോർ ഈസ് എൻ ഏജ് ഡിഫറൻസ് എന്ന് ഭാര്യയായിട്ടുള്ള രാജ്ഞിയായിട്ടുള്ള സായിശ്രീ എന്ന് പറയുന്ന രാഷ്മിക മന്ദാന ഇങ്ങനെ പറയുന്നുണ്ട് ഡയലോഗ് കൂടെ. ഇടയ്ക്ക് ചിത്രമൊക്കെ വരയ്ക്കും, എന്നിട്ട് കാണിക്കാൻ നോക്കും. അപ്പോൾ രാജാവ് തിരക്കിലായിരിക്കും. ഇങ്ങനെ പോവുക. കാരണം രാജാവിന് സമയമില്ല, തീരെ സമയമില്ല. തിരക്കല്ലേ, രാജാവല്ലേ, രാജ്കോട്ടിലെ രാജാവ്. അങ്ങനെ രായാവും രാജ്ഞിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അടുത്തൊരു ട്വിസ്റ്റാണ്. ഇത് ചെറിയൊരു സ്പോയിലറാണ്. സൗകര്യമുള്ള ആളുകൾ മാത്രം ഈ ഭാഗം കേട്ടാൽ മതി. മ്യൂട്ട് ചെയ്ത് കളാം. കുറച്ച് സമയമുള്ളൂ, ഒരു 30 സെക്കൻഡ് അത്രയും സ്പോയിലറുള്ളൂ. അങ്ങനെ രാജ്ഞി അങ്ങ് മരിക്കുക. എങ്ങനെ മരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ പാറേൻ്റെ ഇടയിൽ ഈ പന്നിപ്പടക്കം വെച്ച് ആരോ പൊട്ടിച്ചിട്ട് രാജ്ഞിയുടെ വയറെ കൊണ്ടിട്ട് രാജ്ഞി മരിക്കുക. അപ്പോൾ അത് പറയാതെ ഈ സിനിമയുടെ റിവ്യൂ പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രായാവ് കാണിക്കുന്ന അതിക്രമണങ്ങളാണ്. ഈ സിക്കന്ദർ, ഈ രാജ്ഞി മരിക്കുന്നതിന് മുൻപേ ഇവർ നന്മമരം കൂടിയാണ്. അപ്പോൾ ഇവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവരുടെ അവയവങ്ങൾ. അതിൽ കണ്ണുണ്ട്, ശ്വാസകോശം ഉണ്ട്, അതുപോലെ തന്നെ ഹൃദയം ഉണ്ട്. അങ്ങനെ ഭായ്ജാൻ രാജ്കോട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയാണ്. മുംബൈയിൽ പോയിട്ട് ഇനി അംഗം മുംബൈ. കാരണം ഭായ്ജാൻ ആരെ കാണണം? ഇവർ ജീവിക്കുന്നുണ്ട്,
തൻ്റെ പത്നി ജീവിക്കുന്നുണ്ട്, അത് കണ്ണായിട്ടും ശ്വാസകോശമായിട്ടും ഹൃദയമായിട്ടും. അപ്പോൾ ആ ആളുകളെ ആർക്കാണ് ഡൊണേറ്റ് ചെയ്ത് അവരെ കാണാൻ പോവുക. അപ്പോൾ അവിടെ 3 പേരാണുള്ളത്. കണ്ണ് കൊടുത്തിരിക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ പഴയകാല നടി കാജൽ അഗർവാളിനാണ്. അപ്പോൾ അവർ കണ്ണ്, കാജൽ ഇതിൽ ഭയങ്കര ഓവർ എക്സ്പ്രഷൻ കിട്ടി. പിന്നെ വയ്യ, കാജലിന് തീരെ വയ്യ ഈ പടത്തിൽ. അവർ വയ്യാതായി കേട്ടോ, ശരിക്കും വയ്യാതായി അവർക്ക്. പിന്നെ ശ്വാസകോശം കൊടുത്തിരിക്കുന്നത് ഒരു വ്യാളിച്ചക്കനാണ്. ഒരു ചെക്ക, ഒരു മൊണ്ണച്ചക്ക. ഈ ചെക്കൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം, ഇങ്ങനെ ഈ തുന്നി വെച്ചത്, സ്റ്റേപ്പർ അടിച്ച് വെച്ച പോലെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ തുറന്നിട്ട് കയറ്റി വെച്ചാൽ മനസ്സിലാക്കണം. ബാൻഡേഡ് കൂട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്കൻ അന്തേരിയിൽ ഒരു ചേരിയിൽ താമസിക്കുന്ന അവിടെ പൊല്യൂഷൻ പ്രശ്നം, മാലിന്യം കൊണ്ടിടുന്ന പ്രശ്നമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്താണ്, തൻ്റെ രാജ്ഞിയുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ അത് നശിച്ചു പോവുമല്ലോ, ശ്വാസകോശം നശിക്കും എങ്ങനെ? ഇവിടെ പൊല്യൂഷനുണ്ട്, എയർ പൊല്യൂഷനുള്ള സ്ഥലത്താണ്. അങ്ങനെ ഭായ്ജാൻ അവിടെ ഈ പൊല്യൂഷൻ, ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടിടുന്ന വലിയ മാഫിയുണ്ട്, അവരായിട്ട് ഭായ്ജാൻ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊക്കോ ബോട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഭായ്ജാൻ ഇങ്ങനെ മമ്മൂട്ടി കളിക്കണല്ലേ, അത് തന്നെ. അതായത് അങ്ങോട്ട് അടിക്കാൻ പറ്റൂല, നമ്മൾ ഇങ്ങോട്ട് വന്ന് അടിക്കണം. മമ്മൂട്ടി സിനിമകളിലുള്ള പോലെ ഇങ്ങോട്ട് വന്ന് അടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് മൊക്ക ബോട്ടാ ഇങ്ങനെ. അപ്പോൾ സ്ലോ മോഷൻ ഇങ്ങനെ ഭായ്ജാൻ ഇങ്ങനെ ഒഴിഞ്ഞ് മാറിയിട്ട് ഇങ്ങനെ ഭായ്ജാൻ ഒന്നിങ്ങനെ കയ്യൊക്കെ ആക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറന്നു പോവും, സ്വാഭാവികം. ഇതാണ് ഭായ്ജാൻ്റെ അടി. അങ്ങനെ വേസ്റ്റ് നീക്കം ചെയ്തതിനു ശേഷം ഭായ്ജാൻ്റെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ട്. ഭം ഭം ബൊള്ള സംഭവ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു പാട്ടാണ് വേസ്റ്റ് നീക്കം ചെയ്തതിൻ്റെ ആഘോഷം. പിന്നെ ഓഫ് കോഴ്സ് കണ്ണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാജൽ അഗർവാളിനാണ്. അവരെയും സഹായിക്കും. അങ്ങനെയൊക്കെയാണ്. ഇനി ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഹൃദയം, റസ്മിക മന്ദാനയുടെ ആ ഒരു പിഞ്ച് ഹൃദയം കൊടുത്തിരിക്കുന്നത് വേറെ കുട്ടിക്കാണ്. അപ്പോൾ കുട്ടിയുടെ കാമുകൻ എന്തൊക്കെ ടീസ് ചെയ്യും, അപ്പോൾ ഹൃദയം വേദനിക്കൂലേ, അപ്പോൾ കാമുകനെ പോയിട്ട് ഇടിക്കും ഭായ്ജാൻ. ഇങ്ങനെ ഭായ്ജാൻ്റെ ആ ഒരു ആത്മാർത്ഥത കാണണം. അതാണ് ഈ സിനിമയുടെ ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതായത് പുതിയ തലമുറയ്ക്കൊന്നും ഇല്ല കേട്ടോ. ഈ പുതിയ തലമുറയ്ക്കൊന്നും ഇങ്ങനെ സ്നേഹമില്ല. ആരും മരിച്ചു കഴിഞ്ഞിട്ട് കണ്ടോ, അവരെ ഹൃദയത്തെ സ്നേഹിക്കുന്നു, കണ്ണിനെ സ്നേഹിക്കുന്നു, ശ്വാസകോശത്തെ സ്നേഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പിന്നെ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുക. എന്നിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുക മുംബൈയിലും അവിടെ ഇവിടെയൊക്കെ. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമോ ഇനി? ആത്മാർത്ഥതയുണ്ടോ ഇപ്പോഴത്തെ പ്രണയത്തിന് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്. അത് പിന്നെ ഒരുപാട് യുവത്വം ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ. പണ്ട് താത്ത ഏറ്റെടുത്ത പോലെ കുറേ യുവത്വമൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഭായ്ജാൻ്റെ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തുടക്കത്തിൽ വന്ന ഒരു വെകിളി, അവൻ മറ്റേ സൽമാൻ ഖാൻ അടിച്ച് പഞ്ചറാക്കിയവൻ, അവൻ്റെ അച്ഛനാണ് നമ്മുടെ സത്യരാജ്. അദ്ദേഹം മറ്റേ കട്ടപ്പയെ പോലെ തന്നെ ഇതിൻ്റെ മൊട്ടയാണ് പുള്ളി. അങ്ങനെ സത്യരാജ് അങ്ങനെ ഒരു വഴിക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അടി പെട്ടി ഇത് ലാസ്റ്റ് പിന്നെ കുറേ സെൻറ്റി. അങ്ങനെ ഭായ്ജാൻ, രാജ്കോട്ടിലിരുന്ന ഭായ്ജാനെ മുംബൈയിലെ പ്രജകൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഭായ്ജാൻ എവിടെ പോയാലും രായാവാണ്, ഒരേ ഒരു രായാവ്. കണ്ണിനും ശങ്കിനും ഹൃദയത്തിനും വേണ്ടി അലഞ്ഞ ഒരു രായാവിൻ്റെ കഥ. അതാണ് സിക്കന്ദർ ഖാ മുക്കന്ദർ.